ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 25 ഫോറിൻ വേർഡ്സ് ആണ് കേട്ടോ. SSC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഫോറിൻ വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷനിലൊക്കെ ചിലപ്പോൾ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ചെറിയ കണക്ഷൻസ് കൊടുത്തിട്ടാണ് ഇതെല്ലാം പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വാക്ക് എൽ ഡൊറാഡോ. എൽ ഡൊറാഡോ എന്ന് പറഞ്ഞാൽ ആൻ ഇമാജിനറി പ്ലേസ് ആണ്. എന്താണ്? ആൻ ഇമാജിനറി പ്ലേസ്. എൽ ഡൊറാഡോ ആൻ ഇമാജിനറി പ്ലേസ്. ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഡൊറാഡോ എന്ന് പറയുമ്പോൾ ദൂരം ആണടോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ദൂരം ആണടോ, ഡൊറാഡോ. അപ്പോൾ അവിടെ നമ്മൾ എത്തിച്ചേരാൻ കുറച്ച് ദൂരമാണ്, അത്രയും ഇമാജിനറി പ്ലേസ് ആണ്, നമുക്ക് അവിടെ എത്താൻ കുറച്ച് ദൂരമാണ് എന്നുള്ള രീതിയിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഡൊറാഡോ എന്ന് പറഞ്ഞാൽ ആൻ ഇമാജിനറി പ്ലേസ് ആണ്. അപ്പോൾ അത് ഓക്കെയാണല്ലോ. എൽ ഡൊറാഡോ എന്ന് പറഞ്ഞാൽ ആൻ ഇമാജിനറി പ്ലേസ്. അടുത്ത വാക്ക് നോക്കാം, ഇൻ്റർ ഏലിയ. ഇൻ്റർ ഏലിയ എന്ന് പറഞ്ഞാൽ എമംഗ് അതർ തിങ്സ് ആണ് കേട്ടോ. എമംഗ് അതർ തിങ്സ്. ഇപ്പോൾ ഈ കഴിഞ്ഞ LD ടൈപ്പിസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളായിരുന്നേ ഇൻ്റർ ഏലിയ. ഓക്കെ, അപ്പോൾ ഏലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സാഗർ ഏലിയാസ് ജാക്കി, അതിലൊക്കെ നമുക്കറിയാം അല്ലേ. സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറഞ്ഞാൽ സാഗർ അല്ലെങ്കിൽ ജാക്കി എന്നുള്ള രീതിയിൽ. അപ്പം വേറൊരു പേര് നല്ല രീതിയിലല്ല നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ അതർ കേട്ടോ. അതർ, എമംഗ് അതർ തിങ്സ് ആണ്. എമംഗ് അതർ തിങ്സ് ആണ് ഇൻ്റർ ഏലിയ. അടുത്ത ഇൻ്റർ വിവോസ് ആണ്. ഇൻ്റർ വിവോസ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, രണ്ടും ഇൻ്റർ ആണ്. ആദ്യത്തെ ഇൻ്റർ ഏലിയ ആണ്, എമംഗ് അതർ തിങ്സ്. അടുത്ത ഇൻ്റർ വിവോസ്. ഇൻ്റർ വിവോസ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് ആണ്. ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് വിവോസ് എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ വൈവയൊക്കെയാണ് ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഈ വൈവ, ഈ എക്സാമിനൊക്കെ വൈവയൊക്കെ നടക്കുന്നത് നമ്മളും ടീച്ചറും തമ്മിലല്ലേ. അപ്പോൾ ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വൈവ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതിയെ, ഇൻ്റർ വിവോസ്. അടുത്ത് നോക്കാം, ടാബുല രസ. ടാബുല രസ എന്ന് പറഞ്ഞാൽ ക്ലീൻ സ്ലേറ്റ് ആണ്. ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയുള്ളൊരു മനസ്സെന്നൊക്കെ നമ്മൾ പറയില്ല. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വലിയ ഐഡിയാസ് ഒന്നും ഇല്ലാണ്ടുള്ളൊരു ക്ലീൻ സ്ലേറ്റ്, ആ ഒരു രീതിയിൽ കേട്ടോ. ടാബുല രസ. ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ടാബുല രസ എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മുടെ ഈ ടാബുല എന്ന് പറയുമ്പോൾ ടേബിൾ ഓർത്തേക്കാണ്. ഈ ടേബിളൊക്കെ കാണാൻ നല്ല രസമാണ്. എപ്പോഴായിരിക്കും അത്? നല്ല ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ നല്ല രസമാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ടേബിൾ കാണാൻ നല്ല രസമാണ് എപ്പോഴാണ്? ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ. അപ്പോൾ ടാബുല രസ എന്ന് പറഞ്ഞാൽ ക്ലീൻ സ്ലേറ്റ് പോലെ കേട്ടോ. അടുത്ത് നോക്കാം, റീസൺ ഡി എറ്റയർ. റീസൺ ഡി എറ്റയർ എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ എക്സിസ്റ്റൻസ്. നമ്മൾ എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു റീസൺ ആണ് റീസൺ ഡി എറ്റയർ. അപ്പോൾ റീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റീസണുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ. റീസൺ ഫോർ എക്സിസ്റ്റൻസ്. അടുത്ത് നോക്കാം, വിനി വിടി വിച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു, കണ്ടു, കീഴടക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. വിനി വിടി വിച്ചി, ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ്. അടുത്ത് നോക്കാം, മാൽഫിയാസൻസ്. മാൽഫിയാസൻസ് എന്ന് പറഞ്ഞാൽ റോങ് ഡൂയിങ് ആണ് കേട്ടോ. തെറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മാൽഫിയാസൻസ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇത് അല്ല കേട്ടോ, M ആണ്. മാൽഫിയാസൻസ് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോണഫൈഡ്, മാലഫൈഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ലേ. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ഇൻ ഗുഡ് ഫെയ്ത്ത് ആണ്. മാലഫൈഡ് എന്ന് പറഞ്ഞാൽ ഇൻ ബാഡ് ഫെയ്ത്ത് ആണ് അല്ലേ. അല്ലെങ്കിൽ അപ്പോൾ MAL വന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്കൊന്ന് ആലോചിക്കാം കേട്ടോ. അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ്, അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. എല്ലാം അങ്ങനെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അതേപോലെ തന്നെ മാൽഫിയാസൻസ് എന്ന് പറഞ്ഞാൽ റോങ് ഡൂയിങ് എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത് നോക്കാം, ഫെയർ അക്കംപ്ലി. ഫെയർ അക്കംപ്ലി എന്ന് പറഞ്ഞാൽ അക്കംപ്ലിഷ്ഡ് ഫാക്റ്റ് ആണ്. അക്കംപ്ലി എന്ന് പറയുമ്പോൾ അക്കംപ്ലിഷ്ഡ്, പിന്നെ ഫെയർ എന്ന് പറയുമ്പോൾ ഫാക്റ്റ് കേട്ടോ. അപ്പോൾ ഫെയർ അക്കംപ്ലി എന്ന് പറഞ്ഞാൽ അക്കംപ്ലിഷ്ഡ് ഫാക്റ്റ്. അടുത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പറയുന്നതാണ്. തെറ്റെ എ ടെറ്റെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കോൺവേഴ്സേഷനാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവേഴ്സേഷനെയാണ് നമ്മൾ ടെറ്റെ എ ടെറ്റെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള കോൺവേഴ്സേഷൻ എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. തെറ്റെ എ തെറ്റെ എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ടെറ്റെ എ ടെറ്റെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കോൺവേഴ്സേഷൻ. അടുത്തത് ഇൻക്യൂറിയ. ഇൻക്യൂറിയ എന്ന് പറഞ്ഞാൽ ഇൻ ഓപ്പൺ കോർട്ടാണ്. എന്താണ്? ഇൻ ഓപ്പൺ കോർട്ടാണ് ഇൻക്യൂറിയ. ഞാൻ ഓർത്ത് വെച്ചേക്കണത്, നമ്മളിപ്പോൾ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കുമല്ലോ ഈ കോർട്ടിലൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി പ്രാർത്ഥിച്ച്, അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊട്ടിട്ടാണ് കോർട്ടിൽ പോകണമെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിരിക്കുക. കുറിയാണ് നമ്മുടെ ക്യൂറിയ കേട്ടോ. ഇൻ ക്യൂറിയ എന്ന് പറഞ്ഞാൽ ഇൻ ഓപ്പൺ കോർട്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഈ 10 വാക്കുകൾ ഒന്ന് മനസ്സിലുറപ്പിക്കാം. എൽ ഡൊറാഡോ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ദൂരമാണ് അല്ലേ, ഇമാജിനറി പ്ലേസ് ആണ്. പിന്നെ ഇൻ്റർ ഏലിയ, എമംഗ് അതർ തിങ്സ്. ഇൻ്റർ വിവോസ്, വൈവ ആലോചിക്കുക, അതാരൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ്. ടാബുല രസ, ക്ലീൻ സ്ലേറ്റ് അല്ലേ. റീസൺ ഡി എറ്റർ, റീസൺ ഫോർ എക്സിസ്റ്റൻസ്. വിനി വിടി വിച്ചി എന്ന് പറഞ്ഞാൽ ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ്.
മാൽഫിയാസൻസ് എന്ന് പറഞ്ഞാൽ റോങ് ഡൂയിങ്. ഫെയർ അക്കംപ്ലി എന്ന് പറഞ്ഞാൽ അക്കംപ്ലിഷ് ഫാക്ട്. ടെറ്റെ എ ടെറ്റെ എന്ന് പറഞ്ഞാൽ എ പ്രൈവറ്റ് കോൺവേഴ്സേഷൻ. ഇൻ ക്യൂറിയ എന്ന് പറഞ്ഞാൽ ഇൻ ഓപ്പൺ കോർട്ട്. ഇത്രയും എല്ലാവർക്കും ഓക്കെയാണോ? സെറ്റായില്ലേ? നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ടോർ ഡി ഫോഴ്സ്. ടോർ ഡി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ പീസ് ആണ് കേട്ടോ. മാസ്റ്റർ പീസ് എന്നുള്ളൊരു മീനിങ് ആണ് ടോർ ഡി ഫോഴ്സ്. ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ടോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്യൂറൊക്കെ ആലോചിക്കുക. ഓക്കെ, ഈ ട്യൂറൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന ആരായിരിക്കും? സ്കൂളിലെ മാസ്റ്റർ ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തേക്കാണ് കേട്ടോ. മാസ്റ്റർ ആണ്. അപ്പോൾ ടോർ ഡേ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ പീസാണ് കേട്ടോ. മാസ്റ്റർ പീസാണ്. ഞാൻ കണക്ട് ചെയ്തിരിക്കണം മാസ്റ്റർ വെച്ചിട്ട്. ഓക്കെ അല്ലേ? അടുത്ത വാക്ക് സപ്പോയന. സപ്പോയന എന്ന് പറഞ്ഞാൽ സമൻസ് ആണ്. സമൻസ് വിടുക എന്നൊക്കെ പറയില്ലേ, കോർട്ടിൽ നിന്ന് സമൻസ് വിട്ടു എന്നൊക്കെ പറയില്ലേ, അതാണ് സപ്പോയന കേട്ടോ. ഇനി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമൻസൊക്കെ വിട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും പോകേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ അതിനൊരു സബ്ബായിട്ട് ആരെങ്കിലും പോയിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ സബ്ബ് പോയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. സപ്പോയേന. സമൻസ് വരുമ്പോൾ സബ്ബ് പോയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. സപ്പോയേന സമൻസ്. അടുത്ത് നോക്കാം അലിബി. അലിബി എന്ന് പറഞ്ഞാൽ എൽസ്വെയർ ആണ്, അതായത് മറ്റൊരിടത്ത് എന്നൊരു മീനിങ് ആണ് അലിബി. ഇനി ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് അലിബി എന്ന് പറയുമ്പോൾ അല്ലി ഓർത്തേക്കാണ് കേട്ടോ. നമ്മുടെ പൂവിൻ്റെയൊക്കെ അല്ലികളില്ലേ, ഈ അല്ലിയിൽ ബി വന്നിരിക്കില്ലേ, ഈച്ചയൊക്കെ തേനീച്ചയൊക്കെ വന്നിരിക്കില്ലേ, അതവിടെ വന്നിരുന്നിട്ട് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകും അല്ലേ. അങ്ങനെ മറ്റൊരിടത്ത്, അതാണ് എൽസ്വെയർ കേട്ടോ. അപ്പോൾ അലിബി എന്ന് പറയുമ്പോൾ അല്ലിയിൽ ബി വന്നിരുന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകും, എൽസ്വെയർ പോകും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. കിട്ടിയോ? അപ്പോൾ അലിബി എന്ന് പറഞ്ഞാൽ എൽസ്വെയർ. അടുത്ത് നോക്കാം പെർജുറേ. പെർജുറേ എന്ന് പറഞ്ഞാൽ ടു ലൈ ആണ്, നുണ പറയുക എന്നുള്ളൊരു മീനിങ് ആണ് പെർജുറേ കേട്ടോ. പെർജുറേ ടു ലൈ. അപ്പോൾ വേണമെങ്കിൽ പേരൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നുണ പറയും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ടു ലൈ. അതേസമയം ഡി ജുറേ എന്ന് പറഞ്ഞാൽ കൺസേണിങ് ലോ ആണ്, ലോ അനുസരിച്ചിട്ട്, അതാണ് ഡി ജുറേ. ഓക്കെ, അപ്പോൾ അത് രണ്ടും മാറരുത്. പെർജുറേ എന്ന് പറഞ്ഞാൽ രണ്ടും ജുറേ തന്നെയാണ് കേട്ടോ. പെർജുറേ എന്ന് പറഞ്ഞാൽ ടു ലൈയും, ഈ ജുറേ എന്ന് കാണുമ്പോൾ പലർക്കും ട്രൂത്ത് കുത്താൻ തോന്നും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പെർജുറേ എന്ന് പറയുമ്പോൾ പേര് ചോദിക്കുമ്പോൾ പലരും നുണ പറയും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ടു ലൈ ആണ്. ഡി ജുറേ എന്ന് പറയുമ്പോഴാണ് കൺസേണിങ് ലോ വരുന്നത്. ഇനി ഡി ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ഫാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇൻ റിയാലിറ്റി എന്നുള്ളൊരു മീനിങ് ആണ് ഡി ഫാക്റ്റ്. അപ്പോൾ 3 നോക്കിയാണല്ലോ. അടുത്തത് ഡി നോവോ. ഡി നോവോ എന്ന് പറഞ്ഞാൽ എഗെയിൻ ആണ്, വീണ്ടും എന്നുള്ളൊരു മീനിങ് ആണ് ഡി നോവോ. അപ്പോൾ നമുക്ക് നവംബർ മാസമൊക്കെ ഒന്ന് ആലോചിക്കാം അല്ലേ. നവോ, നവംബർ വീണ്ടും വീണ്ടും വരില്ലേ, ഓരോ വർഷവും വീണ്ടും വീണ്ടും വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് എഗെയിൻ ആയിട്ട് കണക്ട് ചെയ്യാം. ഡി നോവോ എന്ന് പറഞ്ഞാൽ എഗെയിൻ ആണ്. അടുത്ത വാക്ക് നോക്കാം വിസ് അവിസ്. വിസ് അവിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഫേസ് ടു ഫേസ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മളിങ്ങനെ വിസിലൊക്കെ അടിക്കുമ്പോൾ അവർ നമ്മുടെ ഫേസിലേക്ക് നോക്കും അല്ലേ. അപ്പോൾ വിസ് അവിസ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ആണ്. അടുത്തത് ക്യാവിയറ്റ് ആണ്. ക്യാവിയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. വാർണിംഗ് ആണ് അല്ലേ, വാർണിംഗ് കൊടുക്കുക, അതാണ് ക്യാവിയറ്റ്. കോടതിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടേമാണ് കേട്ടോ ക്യാവിയറ്റ്. വാർണിംഗ് ആണ്. അടുത്തത് ക്വാസി. ക്വാസി എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റ്ലി ആണ്, നോട്ട് ട്രൂലി. ശരിക്കുള്ളതല്ല, നമ്മുടെ ഒരു എന്താ പറയുക, അപ്പാരൻ്റ്ലി. നമ്മൾ ഈ അപ്പാരൻ്റ് ഡെപ്ത് എന്നൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ, ട്രൂ ഡെപ്ത് അല്ല, റിഫ്രാക്ഷനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ശരിക്കുള്ള ഡെപ്ത് അല്ല, നമ്മുടെ ഒരു തോന്നൽ, ആ ഒരു രീതിയിലുള്ളതാണ് അപ്പാരൻ്റ്ലി കേട്ടോ. നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കാനുള്ള ഒരു വാക്കല്ലേ ക്വാസി എന്ന് പറയുന്നത് അല്ലേ. അപ്പം ശരിക്കുള്ളതല്ല അപ്പാരൻ്റ്ലി. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറൽ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പാരൻ്റ്ലി, ശരിക്കല്ല, ഇറ്റ് സീംസ് ടു ബി എന്നൊക്കെ ഒരു മീനിങ് അല്ല വരുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയേ. ക്വാസി എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റ്ലി ആണ്, നോട്ട് റിയൽ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ടോർ ഡേ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ പീസ്. സപ്പോയേന എന്ന് പറഞ്ഞാൽ സമൻസ്. അലിബി എന്ന് പറഞ്ഞാൽ എൽസ്വെയർ, വേറെ എവിടെയെങ്കിലും. പെർ ജുറേ എന്ന് പറഞ്ഞാൽ ടു ലൈ. ഡി ജുറേ എന്ന് പറഞ്ഞാൽ കൺസേണിങ് ലോ. ഡി ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫാക്റ്റ്. ഡി നോവോ എന്ന് പറഞ്ഞാൽ എഗെയിൻ. വിസ് അവിസ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്. ക്യാവിയറ്റ് എന്ന് പറഞ്ഞാൽ വാർണിംഗ്. ക്വാസി എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റ്ലി, നോട്ട് ട്രൂലി. അടുത്ത് നോക്കാം ഇപ്സോ ഫാക്റ്റോ. ഇപ്സോ ഫാക്റ്റോ എന്ന് പറഞ്ഞാൽ ബൈ ദ റീസൺ ഓഫ് ഫാക്റ്റ് ആണ് കേട്ടോ. ഫാക്റ്റ് കാരണം എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇപ്സോ ഫാക്റ്റോ. ആ ഫാക്റ്റ് എന്നുള്ള വാക്കുണ്ടല്ലോ, ഇപ്സോ ഫാക്റ്റോ, ബൈ ദ റീസൺ ഓഫ് ഫാക്റ്റ്. ഓക്കെ, അടുത്ത് ഇൻട്രാ വൈറസ് ഉണ്ട്, അൾട്രാ വൈറസ് ഉണ്ട്. അൾട്രാ വൈറസ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദി പവേഴ്സ്. നമ്മൾ കേട്ടിട്ടുള്ള വാക്കായിരിക്കും അല്ലേ, അൾട്രാസോണിക്, അൾട്രാസൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബിയോണ്ട് ആണ്, ബിയോണ്ട് ദി പവേഴ്സ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ അതിനകത്ത്, വിത്തിൻ ദി പവേഴ്സ് ആണ് കേട്ടോ. ഇൻട്രാ, വിത്തിൻ ദി പവേഴ്സ്. അടുത്ത് നോക്കാം അബ് ഇനീഷ്യോ. അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് ആണ്. ഇനീഷ്യൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇനീഷ്യലി, തുടക്കത്തിൽ അല്ലേ. അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രം ദി ബിഗിനിങ് ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് വാക്കാണ് പ്രോ റാറ്റ.
പ്രോ റാറ്റ എന്ന് പറഞ്ഞാൽ ഇൻ പ്രപ്പോർഷൻ ആണ്. ഇൻ പ്രപ്പോർഷൻ ഓപ്ഷനിൽ വേണമെങ്കിൽ റേഷ്യോ എന്നൊക്കെ വരാം. റാറ്റ കണ്ടിട്ട് തിരിഞ്ഞു പോകരുത് കേട്ടോ. ആ സ്റ്റാർട്ടിങ് വാക്ക് തന്നെ ഓർത്ത് വയ്ക്കണേ. പ്രോ വരുമ്പോൾ ഇൻ പ്രപ്പോർഷൻ എന്നുള്ളത് തന്നെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇപ്സോ ഫാക്റ്റോ, ബൈ ദ റീസൺ ഓഫ് ഫാക്ട്, ഇൻട്രാ വൈറസ്, വിത്തിൻ ദി പവേഴ്സ്, അൾട്രാ വൈറസ്, ബിയോണ്ട് ദി പവേഴ്സ്, അബ് ഇനീഷ്യോ, ഫ്രം ദ ബിഗിനിങ്, പ്രോ റാറ്റ എന്ന് പറഞ്ഞാൽ ഇൻ പ്രപ്പോർഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ടാബുല രസ എന്ന് പറഞ്ഞാൽ എന്താ? ടാബുല രസ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ അതും കൂടെ ഒന്ന് പറയണേ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ബൈ.